എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ലൂട്ട് ലിങ്ക് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിലോട്ടേക്ക് ഒരു 1 ചാൻസ് ക്ലിക്ക് ഓൺലൈൻ ജോബ് വർക്ക് എന്നില്ല ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കാം. 10 MB മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ട് സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അവർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ലോഡ് ആവും. അതിന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും, ലോഗിൻ, സൈനപ്പ് വിത്ത് ലോഗിൻ വിത്ത് ഗൂഗിൾ. സോ ഞാനിവിടെ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആദ്യം അഗ്രി ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ജസ്റ്റ് നെയിം എൻ്റർ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒരു ഇമെയിൽ എൻ്റർ ചെയ്യണം. സോ ആ ഒരു ഇമെയിൽ എൻ്റർ ചെയ്ത് പിന്നെ പാസ്വേഡും അതേ കണക്ക് തന്നെ അതേ സെയിം പാസ്വേഡ് അപ്പുറത്തടിച്ച് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ക്യാപ്ചർ ഇവിടെ വെച്ച് ഇപ്പോൾ ചിഹ്നീസ് കാണാൻ പറ്റുമല്ലോ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ 3 കാണുന്നുണ്ട്. അത് ജസ്റ്റ് 3 ക്ലിക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഓക്കെ നമുക്ക് ഫോൺ നമ്പർ വയ്ക്കുന്നുണ്ട്. സോ നമ്മുടെ ഒരു ഫോൺ നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. Paytm നമ്പർ എൻ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അതിനുശേഷം സക്സസ്ഫുള്ളി നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിൽ ബലൂൺ പൊട്ടിച്ചൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആദ്യം തന്നെ ഈ ഡെയിലി ബോണസ് എന്നുള്ള ആ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മളോട് ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 5 ബലൂണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്യണം, പൊട്ടിക്കണം, എന്നാലും നമുക്ക് ഡെയിലി ബോണസ് ടാസ്ക്കൊക്കെ എനേബിൾ ആവുമല്ലോ. സോ നമുക്ക് എന്താ വെച്ചാൽ ഈ ബലൂൺ ഗെയിം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ടു പ്ലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു ആഡ് വരും, അത് ക്ലോസ് ആക്കുക. അതിനുശേഷം ഒരു ബലൂൺ നമ്മൾ പൊട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര 20 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഞാനത് ആഡ് ടു വാലറ്റ് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യുന്നു. അന്നേരം ഒരു ആഡ് വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആഡ് ടു വാലറ്റ് അടിച്ചോടെ ഒരു ആഡ് വരും. അന്നേരത്തേക്ക് എന്താക്കേണ്ടത്, ആ ആഡ് വന്നോടെ ക്ലോസ് ചെയ്യുക, എൻ്റെ ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ലൈവായിട്ട് കാണിച്ചത്. സോ ഞാൻ അടുത്ത ബലൂൺ ഈ പച്ച ബലൂൺ എടുക്കണം. അപ്പം 10 കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. സോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് കളക്ട് നൗ എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ടു വാലറ്റ് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. അതിനുശേഷം 1 ചാൻസ് ആപ്ലിക്കേഷനിലോട്ട് പോകണേ. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് കുറഞ്ഞ് പകുതിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ പിന്നെ അടിയിൽ മെഗാ ബോക്സ് എന്നുള്ള ഒരു സെക്ഷൻ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു ആഡ് വരും. സോ ആ ഒരു ആഡ് ഒന്ന് പോകാൻ കുറച്ച് സമയം കാത്തിക്കുക. അതിനുശേഷം സ്ക്രാച്ച് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ 114 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഒന്ന് ഫുള്ളായിട്ട് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം, അതാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ 114 നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യുകയാണ്. ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഈ ബിനോമോ എന്നുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈനോ എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം ആ ഒരു ബിനോമോ എന്നുള്ള എൻ്റെ അടുത്ത് ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ബിനോമോ എന്നുള്ള ആപ്ലിക്കേഷൻ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ആക്കിയിട്ട് വീണ്ടും മെഗാ ബോക്സ് പോയിട്ട് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ബിനോമോ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ഓക്കെ, അതിനുശേഷം ആഡ് ടു വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് ടു വാലറ്റ് 120 കോയിൻസ്. സോ അങ്ങനെ ആഡ് ആയിട്ടുണ്ട്. അടുത്തൊരു ഒരു ആഡ് വന്നിട്ടുണ്ട് വെയിറ്റാക്ക്. ഓക്കെ, അങ്ങനെ 200 കോയിൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഓഫർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ, ഓഫറിൽ അധികം ആപ്സും ടാസ്ക്സും ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ആക്സെപ്റ്റ് അഗ്രി കണ്ടിന്യൂ എന്നുള്ളതൊക്കെ അടിക്കുക. ഓക്കെ, ഈ ഐസ്ലാൻഡിൽ വരും. ഐസ്ലാൻഡ് വന്ന ശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സെലക്ട് ചെയ്യുക, ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ജിമെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഐസ്ലാൻഡ് പ്ലേ സ്റ്റോറിൽ സൈൻ ചെയ്യുക, എന്ന് വെച്ചാൽ പാസ്വേഡ് ജിമെയിലും വെച്ചിട്ട്. ഓക്കെ, അതിനുശേഷം അങ്ങനെ ഐസ്ലാൻഡ് പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം 1 ചാൻസ് ക്ലിക്ക് ചെയ്യുന്നില്ല ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുത്താൽ ഒരു പ്ലേ സ്റ്റോറിലത്തെ ജിമെയിൽ തന്നെയാണ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി 1 ചാൻസ് ക്ലിക്കിൻ്റെ ആ ലോഗോ വരും. സോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയാൽ പെട്ടെന്ന് ഇൻസ്റ്റാൾ ആകും. കാരണം ഓൾറെഡി മെയിനായിട്ട് നമ്മുടെ ഇതിൽ ആപ്ലിക്കേഷൻ കിടപ്പുണ്ട്, അതുകൊണ്ട്. അതിനുശേഷം ലോഗിൻ അടിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് മെയിൻ അക്കൗണ്ട് ഇമെയിലും പാസ്വേഡും അത് തന്നെ ഇവിടെ നിങ്ങൾ കറക്റ്റ് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് 600 കോയിൻസ് കിട്ടിയത്. 200 കോയിൻസ് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് സാറിന് കഷ്ടപ്പെട്ട് സെൽഫ് ഏണിങ് ചെയ്തിട്ട്, മറ്റേത് ഞാൻ ജസ്റ്റ് ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ പിടിച്ച സീനാണ്, അവർ പിടിച്ച പേയ്മെൻറ്റ് എടുത്തില്ല. അപ്പം ആ ഒരു റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ ഞാനൊക്കെ ചെയ്തെന്താ വെച്ചാൽ ആഡ് ഗൈറ്റ് വഴി നമ്മൾ കുറേ പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ആ ഒരു ചിങ്കാരി എന്ന ആപ്ലിക്കേഷൻ ഐസ്ലാൻഡ് വഴി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കോയിൻസ് ആഡ് ആയി. പക്ഷേ കോയിൻസ് ആഡ് ആവാൻ ഒരു 5 മിനിറ്റൊക്കെ എടുത്തിന്. ഞാൻ വിചാരിച്ച് മെഗാ ഓഫർ ചതിച്ചെന്നാണ്, ചതിച്ചിട്ട സംഭവം ആഡ് ആവുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും ആഡ് ഗേറ്റ് എന്നുള്ള ആ ഒരു ഓഫർ വാളിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ക്രോമിലോട്ടേക്കും നോ താങ്ക്സ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ കുറേ ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്നുള്ളതൊക്കെ മാത്രം നോക്കുക. ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്നുള്ള മാത്രം നോക്കിയാൽ മതി. അപ്പം നമുക്ക് IRLൻ്റെ ഉണ്ട് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ, അത് കണക്കതുപോലെ ബോലോൻ്റെ ഉണ്ട് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ. അപ്പം ആദ്യത്തെ പേജിൽ ആഡ് ഗേറ്റിൽ ആദ്യത്തെ പേജിൽ നമുക്ക് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ വരുന്നത് ബോലോ ലൈവിൻ്റെ ഉണ്ട്, IRLൻ്റെ ഉണ്ട്. പിന്നെ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ വരുന്നില്ല, രജിസ്ട്രേഷൻസ് ഒക്കെ വരുന്നതാണെന്നുള്ളത്. ബാക്കിയെല്ലാം കിസ്സാന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടി പോയി നോക്കാം. ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ അധികം കാണുന്നില്ല. പിന്നെ നാവി കാണുന്നുണ്ട് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ. ഓക്കെ, അത് കണക്ക് തന്നെ ബാക്കിലെടുക്കുന്ന പ്രീവിയസ് പോയി നോക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക, അല്ലെങ്കിൽ വെച്ചാൽ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ ആക്കിയ ശേഷം കുറച്ച് സമയം ആപ്ലിക്കേഷന് യൂസ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇതും കൂടിയുണ്ട് ഇതിൽ. ഓക്കെ, അതേപോലെ തന്നെ അടുത്തത് എന്തിപ്പോൾ നമ്മുടെ കൺ അക്കാദമി ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ വരുന്നുണ്ട്. അടിയിൽ ഡൗൺലോഡ് ആൻഡ് ഓപ്പൺ ദ ആപ്പ്, രജിസ്ട്രേഷൻസ് ഒന്നും വേണ്ടാതെ. ഓക്കെ, അത് കണക്കെ തന്നെ നമുക്ക് അടുത്ത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം, മാക്സിമം ചെയ്യുക. ചിലതെല്ലാം കോയിൻസ് ആഡാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം ട്രാക്കിങ്ങിനൊക്കെ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ട്രിക്കാണ് യൂസ് ചെയ്യണേ. നമുക്ക് IRLൻ്റെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, IRLയിൽ ക്ലിക്ക് ചെയ്യുന്ന 270 കോയിൻസ് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ആക്കുന്നു. സോ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് വരട്ടെ. ഓക്കെ, അങ്ങനെ IRL ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം IRL ആപ്ലിക്കേഷനിലേക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് അടിച്ച ശേഷം കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ നിൽക്കുക. ഫോൺ നമ്പറൊക്കെ അടിച്ച് വേണമെങ്കിൽ OTP വെറുതെ ഒരു OTP വരുത്തിക്കുക. കറക്റ്റ് അടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഫോൺ നമ്പർ അടിച്ചിട്ട് വെറുതെ OTP വരുത്തിച്ചാൽ മാത്രം മതി. നമ്മൾ കുറച്ച് സമയം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിൽക്കുക. കുറച്ചുകൂടി നല്ല രീതിയിൽ ട്രാക്ക് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ 1 മിനിറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ നിന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിലോട്ടേക്ക് പോവുക. ഓക്കെ, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ടേക്ക്. അന്നേരത്തേക്ക് നിങ്ങൾക്കൊരു ചിലപ്പം കോയിൻ ആഡാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, അത് വേറെ കാര്യമാണ്. ഇതിൽ കോയിൻ ആഡാൻ കുറച്ചിട്ട് സമയം എടുക്കും. ഒന്നുകൂടി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോട്ടേക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് ചിലപ്പം ഡയറക്റ്റ് ആപ്ലിക്കേഷനിലോട്ടേക്ക് പോകും. ചിലപ്പോൾ ഇവർക്ക് ട്രാക്കായിട്ട് നമ്മളെ മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. അപ്പം ട്രാക്ക് ആകുമ്പോൾ കുറച്ച് ഇച്ചിരി സമയം എടുക്കും, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം എന്തായാലും നമ്മൾ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കോയിൻസ് ആഡ് ആവുമെന്ന് തോന്നും. ഓക്കെ, അതിനൊക്കെ തന്നെ ഇവിടെ തന്നെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കുറേ ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ടൈം കിട്ടുമ്പോൾ ചെയ്യുക. ആദ്യത്തെ 2-3 ചെയ്തിട്ട് എമൗണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിങ്കാരി ജോഷിൻ്റെ ഒക്കെ ഷുവറായിട്ടും കിട്ടും. ഓക്കെ, അങ്ങനെ കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്ന് പോയി ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മെഗാ ഓഫറിൽ തന്നെ കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 961 കോയിൻസ് ആയിട്ടുണ്ട്. സോറി, അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് വന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് അടിക്കുവാണ്. ഓക്കെ, ഇവിടെ കാണുന്നത് നമുക്ക് IRL വഴി എമൗണ്ട് കാര്യങ്ങൾ കയറിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് മെഗാ ഓഫർ എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്തത് വെച്ചാൽ നമുക്ക് ഓഫർ ടോറോ വാൾഡ്. സോ ഇവിടെ ചെയ്യേണ്ടതെന്നാണ് തോന്നിയത്, കുറച്ച് സീനാണ്. നോക്കണം. ഓക്കെ, നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്കുക. പിന്നെ വെച്ചാൽ നമുക്കിവിടെ അയാത്ത് ഓഫർ വാളുണ്ട്. ആഡ് ജമ്മും അയാത്തും അതൊക്കെ സെറ്റാണ്. ഓഫർ ടൊറോനെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ നോക്കിയാൽ മതി. ഓക്കെ, സോ ഗൈസ്, അപ്പം ആഡ് ഗേറ്റ് ഒഴികെ ബാക്കിയെല്ലാം കുറച്ച് സീൻ പിടിച്ച സാധനമാണെന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യുക. കുറച്ച് സീൻ പിടിച്ച സാധനം. നമുക്ക് അടുത്ത എന്താ വെച്ചാൽ ബൈജൂസ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അടുക്കും ഞാൻ ഡയറക്റ്റ് പുറത്തായിട്ടുണ്ട്, ആപ്ലിക്കേഷൻ എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ബൈജൂസിൻ്റെ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ രജിസ്ട്രേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കണ്ട. ഓക്കെ, ഞാൻ വെറും ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ കണ്ടിട്ടാണ് ജസ്റ്റ് നോക്കിയത്. പിന്നെ നമുക്കിവിടെ ഒളിമ്പിയൻ ട്രെയിനിൻ്റെ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന 360 കോയിൻസ് ഇതിൻ്റെ ക്ലിക്ക് ചെയ്യണേ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോകണേ. ഒളിമ്പിയൻ ട്രെയിനിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് Google ID ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് നിന്നാൽ മാത്രം മതി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ആപ്പ് റൺ ചെയ്യുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ചെയ്തിട്ട് സമയം കളയേണ്ട. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് പോകണം. എന്നിട്ട് വീണ്ടും നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ക്രോമിലോട്ടേക്ക് പോയതിനു ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ടാസ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ട്രാക്ക് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും അതേ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് വീണ്ടും ഓപ്പൺ ആക്കുന്നത് ട്രാക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് മെഗാ ഓഫർ എന്നെടുത്ത് വരുമ്പോൾ നമുക്ക് കോയിൻസ് ഒന്നും ആഡായി കാണുന്നില്ല. സോ നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞത് ട്രാക്ക് ആവാൻ കുറച്ച് സമയം എടുക്കും കോയിൻസ് കയറാൻ. ഓക്കെ, അതേ കോയിൻസ് കയറിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കോയിൻസ് കയറിയിട്ട് 1321 കോയിൻസ് ആയിട്ടുണ്ട്. നിങ്ങൾക്കവിടെ കാണാൻ കഴിയുന്നുണ്ടാവും.
360 കോയിൻസ് നമുക്ക് ADM വഴി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല നിങ്ങൾ ചെയ്യേണ്ടത് ADM ആഡ് ഗേറ്റ് വഴി മാത്രമാണ് നിങ്ങൾ ടാസ്ക് ചെയ്യുന്നത് ബെറ്റർ. ബാക്കി എല്ലാം കുറച്ച് സീനാണ്. പിന്നെ ആടെ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ അല്ലെങ്കിൽ റൺ ദ ആപ്പ് അല്ലെങ്കിൽ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ അങ്ങനത്തെ മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം ഇത് മിനിമം വിഡ്രോ പറയുന്നത് 2000 കോയിൻസാണ്. അപ്പോൾ 2000 കോയിൻസ് നമ്മൾ ആക്കണം വിഡ്രോ കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ആക്കിയിട്ട് വരാം. പിന്നെ ഈ ബഗ് ട്രിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവർ പേയ്മെൻറ്റ് തരുമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഡൗട്ട് ഇല്ല. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബഗ് ട്രിക്കാണ്, പിടിച്ചാൽ പിടിച്ച്. ഓക്കെ, സോ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് റൺ ദ ആപ്പ് എന്നുള്ളിടത്താണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുള്ളൂ. അത് നമ്മൾ നെക്സ്റ്റ് 2 അടിച്ചതിന് ശേഷം ഇവിടേക്ക് വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ ജസ്റ്റ് സെപ്റ്റോ എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഏൺ കോയിൻസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് റീഡയറക്റ്റ് ആയി വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുക. ടാർഗറ്റിംഗ് ഫൈൽഡ് എന്നാണ് കാണിക്കണം. എന്താ അറിയില്ല, ചില ഈ ടാസ്ക് വർക്കാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ട വിട്ടേക്കാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനിയും ഡൗൺലോഡ് ആൻഡ് ഓപ്പൺ വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗെയിംസ് കളിക്കേണ്ടതുണ്ട്, അതൊന്നും നിങ്ങൾ കളിക്കേണ്ട. പിന്നെ നമ്മളെ മെയിൻ സാധനം വന്നിട്ടുണ്ട് മോജിൻ്റെ. സോ നമ്മളെന്തായാലും മോജിൻ്റെ ചെയ്യണം. സെയിം നമ്മൾ ചിങ്കാരി എങ്ങനെ ചെയ്തതിന് ജോഷ് എങ്ങനെ ചെയ്യുന്നത് അതേ കണക്കത്തിന് മോജിൻ്റെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം മോജിൻ്റെ ആ ഒരു റീഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മോജ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കുക. ഓക്കെ, അങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. മോജ് ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ കാണുക. ഓക്കെ, അതിനുശേഷം നമ്മൾ മോജിൻ്റെ ടാസ്കിലേക്ക് പോവുക. അതിനുശേഷം ജസ്റ്റ് വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത കണക്കെ തന്നെ സ്റ്റെപ്പിനെ ഫോളോ ചെയ്യുക. ആ ഒരു ടാസ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒന്ന് ട്രാക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിലോട്ടേക്ക് വരും, മോജിലോട്ടേക്കല്ല ആപ്ലിക്കേഷനിലോട്ടേക്ക് വരിക. ഓക്കെ, അന്നേരത്തേക്കും കോയിൻസ് ആഡ് ആയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക ആപ്ലിക്കേഷൻ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓക്കെ ഇവിടെ 1 ചാൻസ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സോ കോയിൻസ് ആഡ് ആയി കാണുന്നില്ല, ഒന്നുകൂടി ഒരു മിനിറ്റ് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോസ് കാണേണ്ടി വരും. ഓക്കെ, അപ്പം എന്തായാലും സാധനം ആഡ് ആവും, കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആപ്പിൻ്റെ കാര്യം. പിന്നെ വിഡ്രോവൽ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലായിരിക്കും ഇടുക. ഓക്കെ, അപ്പം ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പം ഞാൻ ഇനി കുറച്ച് കോയിൻസ് ആഡ് ആവും കാത്തുനിന്ന് ചിലപ്പോൾ വീഡിയോ വരാൻ വൈകിപ്പോവും. അപ്പം വിഡ്രോവൽ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടോളും. സോ എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ അൺലിമിറ്റഡ് ട്രിക്കാണ്, പിടിച്ചാൽ കുറച്ച് സീനാണ്. എല്ലാ അൺലിമിറ്റഡ് ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ കോയിൻസൊക്കെ ആഡ് ആക്കി വിഡ്രോ അടിച്ചതിന് ശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഐസ്ലാൻഡ് ആപ്ലിക്കേഷനിലോട്ടേക്ക് വരിക. റൈറ്റ് ടോപ്പിൽ 3 ഡോട്ട് കാണാൻ പറ്റും, അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിലെടുത്ത് ക്ലിക്ക് ചെയ്യുക. സ്കോപ്ഡ് സെറ്റിംഗ്സിലെടുത്ത് ക്ലിക്ക് ചെയ്യുക. ഐസ്ലാൻഡ് ഇതിലെടുത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടേക്ക് വരിക. ഡെസ്ട്രോയ് അടിക്കുക. ഡെസ്ട്രോയ് പെർമനൻ്റ്ലി അടിക്കുക. അതിനുശേഷം ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, കാരണം ഇത് ചെയ്തില്ലെങ്കിൽ സീനാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലായിക്കോളും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൻ അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ മതി. അപ്പം ഓട്ടോമാറ്റിക്കലി ലോഗൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ലൈക്ക് കൊടുക്കുക.